ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. തിരുവഞ്ചിയൂർ എന്ന് കേൾക്കുമ്പോഴേ അവിടെയുള്ള മനുഷ്യരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം പരിശുദ്ധ അമ്മയുടേതാണ്. തലമുറകളായിട്ട് അവിടെയുള്ള കുടുംബങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന മരിയ ഭക്തി എല്ലാവരുടെ ഹൃദയത്തിലും തിളങ്ങി നിൽപ്പുണ്ട്. ഏതൊരാവശ്യം വന്നാലും ജനം ഓടിയെത്തുന്നത് ദേവാലയത്തിലാണ്. ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത് അമ്മയോടാണ്. പരിശുദ്ധ അമ്മ തങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെന്നും തങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്നും ആ നാട്ടുകാർക്കറിയാം. പെറ്റമ്മയിൽ നിന്ന് അറിവ് മക്കൾക്ക് ലഭിക്കുമ്പോൾ മക്കൾ അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു നൽകും. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരു ഗ്രാമം. അവിടെ അനവധി അത്ഭുതങ്ങൾ അമ്മ ചെയ്യുന്നതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. ദേവാലയത്തിൽ വരുന്നവരൊക്കെയും ആ നാളുകളിൽ ശ്രദ്ധിക്കുന്ന ഒരു കൊച്ചു ചെറുക്കനാണ് ജോസ്മാൻ. ആ ഇടവകയിലെ തന്നെ ഒരു മകൻ. വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബം. ജോലി ചെയ്യാൻ ത്രാണിയില്ലാത്ത അപ്പൻ. അന്നത്തെ ജീവിതം വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബം. പല ദിവസവും പ്രഭാതത്തിൽ പോലും വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ അവർക്കുണ്ടാകില്ല. ജോസ്മോന് ഒരു പെങ്ങളുണ്ട്, കൊച്ചുമോള്. അവളും മിക്കവാറും പനിയും തലവേദനയും ഒക്കെ ആയിട്ട് കട്ടിലേലാണ്. മരുന്ന് വേണം. വീട്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ആവശ്യാനുസരണം മരുന്ന് വാങ്ങാനോ ഡോക്ടറിനെ കാണാനോ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജോസ്മോന് പറ്റുന്നത് പോലെ കുടുംബത്തെ സഹായിക്കാൻ അവൻ ഉഷാറാകുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമോൻ. രാവിലെ അവൻ പത്രക്കെട്ടുമായിട്ട് പോകും. നാട്ടുകാർ അവനൊരു കൊച്ചു സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ടായിരിക്കും പോകുന്നത്. കുറച്ച് പത്രമേ ഏജൻ്റ് അവന് കൊടുക്കുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് എവിടെ പണിയാൻ പറ്റുമോ അവിടെയെല്ലാം ഓടിയെത്തും. അതിലൊരു ജോലിയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ ദേവാലയമുറ്റത്ത് വരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു കെട്ട് പൂമാലകളുമായിട്ട് അവൻ ചെല്ലും. ഓരോരുത്തരുടെയും അടുക്കൽ ചേച്ചീന്നോ ചേട്ടാന്നോ അപ്പ അമ്മ എന്നൊക്കെ വിളിച്ച് ഒരു പൂമാലയെടുത്ത് മാതാവിനെ കൊടുക്ക്, അതിൻ്റെ പൈസ എനിക്ക് താ, എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്, ഒന്ന് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചു ചെറുക്കൻ ചെല്ലും. പലരുടെയും കണ്ണു നിറയും അവൻ്റെ രൂപം കാണുമ്പോഴേ. പലരും പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും. പൂമാല വാങ്ങിച്ചിട്ട് പൈസ അവനെ ഏൽപ്പിക്കും. ആ പൂമാലയുമായി മാതാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പലരും ഈ മോന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ മറക്കാറില്ല. അങ്ങനെ ജോസ് മോൻ ആ പള്ളിയുടെ ഒരു ഭാഗമായി തീർന്നു. അടുത്തുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. അവരും മിക്ക ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിയുമ്പോൾ പള്ളിമുറ്റത്തേക്ക് ചെല്ലും അമ്മയുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ. ജോസ് മോന് ടീച്ചറിനെ അറിയാം. ടീച്ചർ വരുന്നത് കാണുമ്പോഴേ അവൻ ഓടി ചെല്ലും. ഒരു മാലയെടുത്ത് ഉയർത്തിപ്പിടിക്കും. ടീച്ചറെ ടീച്ചറെ, എൻ്റെ പൊന്ന് ടീച്ചറല്ലേ, ഒരു മാല എടുക്കുക ടീച്ചറെ, ഒരു മാല എടുക്കുക, അവൻ എരന്ന് പറയും. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ടീച്ചറിന് ആ മാല എടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പല ദിവസങ്ങളിൽ അവൻ ഈ മാല ടീച്ചറിനെ നീട്ടി ടീച്ചറെ കണ്ടു വാങ്ങിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ടീച്ചർ ശ്രദ്ധിക്കും ഇവനെ കാണാതിരിക്കാൻ. കണ്ടാൽ അവൻ മാല എടുപ്പിക്കും. അങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെയാണ് ടീച്ചർ ഇപ്പോൾ മാതാവിൻ്റെ അടുത്ത് വരുന്നത്. കുറേ നാളങ്ങ് കഴിഞ്ഞപ്പോൾ ജോസ്മോനെ കാണാനില്ല. 2 മാസത്തോളം ജോസ്മോനെ കണ്ടില്ല. ടീച്ചർ മനസ്സിലോർത്തു, അവൻ എവിടെ പോയി, കാണാറില്ലല്ലോ ഇപ്പോൾ. പലരോടും ചോദിച്ചു, ആ കൊച്ചി ചെറുക്കൻ എന്ത് ഇപ്പം കാണുന്നില്ലല്ലോ. ആർക്കും അറിഞ്ഞുകൂടാ അവൻ എവിടെയാണെന്ന്. അവനില്ലാത്തത് കൊണ്ട് മാല എടുക്കാൻ നിർബന്ധിക്കില്ലല്ലോ എന്ന് ടീച്ചർ ഒരിക്കലും ഓർത്തില്ല. എന്തോ അവനുമായിട്ടൊരാത്മബന്ധം. അങ്ങനെ ഇരിക്കെ വീണ്ടും ജോസ്മോൻ പള്ളിമുറ്റത്തെത്തി. കയ്യിൽ മാലയുടെ ഒരു കെട്ടുമുണ്ട്.
പക്ഷേ അവൻ ടീച്ചറിൻ്റെ അടുക്ക വന്നില്ല, ആരുടെ അടുക്കലും പോയില്ല. ഒരു മാലയെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇതൊന്നെടുക്ക്, ഇതിൻ്റെ പൈസ താ, എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട് എന്നൊന്നും അവൻ പറഞ്ഞില്ല. എവിടെയെങ്കിലും അവൻ നിശബ്ദനായിട്ടിങ്ങനെ നിൽക്കും. ഒരു മാല അവൻ ഉയർത്തിപ്പിടിക്കും, പക്ഷേ എടുക്കണമെന്നൊന്നും പറയില്ല. അത് ടീച്ചറിനൊരു വലിയ വ്യത്യാസമായിട്ട് തോന്നി. എന്തേ ഇവനത് പറയാത്തെ? നേരത്തെ അവനങ്ങനെ നിർബന്ധിച്ച് എടുപ്പിക്കുമായിരുന്നല്ലോ, ഇപ്പം എന്താ അവനിങ്ങനെ പറയാത്തെ? അവൻ്റെ മുഖത്തിനൊരു വാട്ടമുണ്ടല്ലോ, എന്നാ സംഭവിച്ചിവന്? ഒരു ദിവസം ടീച്ചർ അവൻ്റെ അരികിൽ ചെന്നു. അവനെ വിളിച്ചടുത്ത് നിർത്തി. തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കവിളത്ത് തട്ടി ടീച്ചർ ചോദിച്ചു, എന്തു പറ്റിയിടാ? നീ ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ, മാലയെടുക്കാൻ പോലും പറയുന്നില്ലല്ലോ, എന്താ ഇതിൻ്റെ കാര്യം? ടീച്ചറിനോട് പറഞ്ഞേ, എന്തു പറ്റി നിനക്ക്? മോഹമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. അപ്പോഴത്തേക്കും ആ കൊച്ചുമോൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ടീച്ചർ തന്നെ ആ കണ്ണുനീര് തുടച്ചിട്ട് ചോദിച്ചു, മോനെ എന്തു പറ്റിയെന്ന് പറ, നിൻ്റെ ദുഃഖം എന്താ? ടീച്ചറിനോട് പറ. വിതുമ്പിക്കൊണ്ടവനൊരു കാര്യം പറഞ്ഞു, ടീച്ചറെ, എൻ്റെ കൊച്ചുമോക്ക് ക്യാൻസറായിരുന്നു. അത് കണ്ടുപിടിച്ച നാൾ മുതൽ ആശുപത്രിയിൽ കിടക്കാനോ ഓപ്പറേഷൻ ചെയ്യാനോ മരുന്ന് കഴിക്കാനോ പൈസ ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു ടീച്ചറെ ആശുപത്രിയിൽ പോകാൻ. അപ്പോഴാണ് ഞാനിങ്ങനെ പല ജോലികളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടൊക്കെ മരുന്ന് മുടക്കാതിരിക്കാൻ പറ്റി ടീച്ചറെ. പക്ഷേ എൻ്റെ മോള് മരുന്നുകളൊക്കെ ചെയ്തെങ്കിലും 1 മാസം മുമ്പ് പെട്ടെന്നുണ്ടായ പനി, വിറയൽ, അതോടെ മരിച്ചു ടീച്ചറെ. ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പണിയണ്ടേ? എൻ്റെ മോള് പോയി. അതാ ഞാൻ നിങ്ങളോടൊന്നും ഇപ്പോൾ ചോദിക്കാത്തേ. അന്ന് ടീച്ചറിനെയൊക്കെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചെന്ന് പറഞ്ഞോണം മാലയടിപ്പിച്ച് പൈസ വാങ്ങിയില്ലേ? എൻ്റെ കൊച്ചിന് മരുന്ന് വാങ്ങാനായിരുന്നു ടീച്ചറെ. അവളെ നഷ്ടപ്പെട്ടപ്പോൾ തുടങ്ങി എനിക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലേ വേണ്ട, അത്രയേ ഉള്ളൂ ടീച്ചറെ. ടീച്ചറിൻ്റെ കണ്ണ് അറിയാതെ നിറഞ്ഞു. ഇത്രയും വലിയ വേദനയുമായിട്ടാണ് ഇവൻ ഈ മാലയുമായി പുറകെ ഓടിയതെന്ന് ടീച്ചർ അറിഞ്ഞില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ടീച്ചറിൻ്റെ അടുത്തേക്ക് അവൻ വീണ്ടും ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, ടീച്ചറെ, ഈ മാല ടീച്ചറെടുത്തു, എനിക്ക് പൈസ ഒന്നും തരണ്ട, ടീച്ചറെടുത്തോ, എന്നിട്ട് മാതാവിനെ സമർപ്പിച്ചു. എൻ്റെ മോളെയും കൂടി ഓർക്കണം കേട്ടോ. അങ്ങനെ ടീച്ചർ സാരി തലപ്പെടുത്ത് കണ്ണ് തുടച്ച് അവൻ നീട്ടിയ മാല വാങ്ങിച്ച് മാതാവിനെ സമർപ്പിച്ചു. അല്പനേരം ആ കുഞ്ഞിനെയും 2 കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നമ്മോട് യാക്കോബ് ശ്ലീഹ ഒരു സന്ദേശം പറയും, 4:17 ചെയ്യേണ്ട നന്മ എന്താണ് എന്ന് അറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ചെയ്യേണ്ട നന്മ എന്താണ് എന്ന് അറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. നിൻ്റെ സഹായം തേടി ഓടിയെത്തുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി ചോദിക്കുന്ന സഹായം ചെയ്തു കൊടുക്കാൻ അപ്പോൾ നിനക്ക് സാധിക്കുമെങ്കിൽ പോയി വിശ്രമിച്ച് പിന്നെ വാ എന്ന് പറഞ്ഞ് വിടരുതെന്ന തമ്പുരാൻ്റെ ആഗ്രഹം. നിനക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുക. ആവശ്യ നേരത്ത് സഹായിക്കുന്നവനാണ് ഏറ്റവും വലിയ സുഹൃത്ത്. ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ കൊടുത്താലും എന്താ ഗുണം? അപ്പോൾ മനുഷ്യജീവൻ അതൊരു വലിയ പ്രതിഭാസമാണ്. ദൈവം മനുഷ്യനെ ഒരു സമൂഹത്തിലേക്കാണ് സൃഷ്ടിച്ചു വിടുന്നത്. നമ്മൾ തമ്മിൽ സഹായിച്ച് ജീവിതം എളുപ്പമാകുള്ളൂ. എനിക്കില്ലാത്തത് നിനക്ക് തന്നിരിക്കുന്നത് അത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനല്ല, അത് നിനക്ക് ചെയ്യാം. പക്ഷെ അതോടൊപ്പം ആ ആവശ്യം നിറവേറ്റാൻ നിവൃത്തിയില്ലാതെ കൈ നീട്ടുന്നവനെ ദൈവം തന്ന കൃപകളെ ഫ്രീ ആയിട്ട് കൊടുത്ത് സഹായിക്കാനുള്ളൊരു ചുമതലയും കൂടി ദൈവം തരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ച് ഈശോ എത്ര മനോഹരമായിട്ടും എത്ര വിപുലമായിട്ടും നമ്മോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് മത്തായി സുവിശേഷകൻ നമ്മളുടെ ആ ഭാഗം വായിക്കുകയാണെങ്കിൽ 5-ാം അധ്യായത്തിലൊക്കെ ഈശോ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിച്ചിട്ട് നിനക്കെന്താ ഗുണം?
നിനക്ക് സഹായം ചെയ്യുന്നവർക്ക് മാത്രമേ നീ തിരിച്ച് സഹായം കൊടുക്കുന്നുള്ളെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് തീർന്നുപോയില്ലേ? അതുകൊണ്ട് നീ ഒരു സദ്യ നടത്തുമ്പോൾ തിരിച്ച് നിന്നെ ഒരു സദ്യക്ക് വിളിക്കാൻ കഴിവില്ലാത്തവരെ വിളിക്കുക. അവർക്കത് നിനക്കായിട്ട് പ്രതിഫലം തരാൻ പറ്റില്ല, അത് ദൈവം തന്നോളും. ഫുൾട്ടൻ ജെ ഷീൻ്റെ പുസ്തകം വായിക്കാമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കാമെങ്കിൽ, അതിൽ അദ്ദേഹം പറയുന്ന വളരെ രസകരമായൊരു കൊച്ചു കഥയുണ്ട്. അദ്ദേഹം ഒരിക്കൽ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഉറങ്ങിപ്പോയി. ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കുകയും റേഡിയോ പരിപാടികൾ നടത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു മഹാനായ വ്യക്തിയാണ് ഫുൾട്ടൻ ജെ ഷീൻ. അങ്ങനെ അദ്ദേഹം ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. നാട്ടിലെങ്ങും ഫുൾട്ടൻ ജെ ഷീനെ അറിയും. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചാണ് തൻ്റെ പ്രബോധനങ്ങൾ നൽകിയിരുന്നത്. അങ്ങനെ ഉറങ്ങിയ ദിവസം അദ്ദേഹത്തിനൊരു സ്വപ്നം ഉണ്ടായി. അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. സ്വർഗത്തിലേക്ക് നേരെ ചെന്നു. ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയായതുകൊണ്ട് നേരിട്ട് പത്രോസ് അപ്പോസ്തലൻ്റെ അടുക്കലെത്തി. സ്വർഗത്തിലേക്ക് കടന്നു പോകണമല്ലോ, അദ്ദേഹമല്ലേ വാതിൽ സൂക്ഷിക്കുന്നത്. ചെന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ വലിയ വെടിക്കെട്ടും ആരവങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരാളെപ്പറ്റി കേട്ടിട്ടില്ലാത്ത മട്ട് മുഖമൊക്കെ ഗൗരവമാക്കി പിടിച്ചിട്ട് പത്രോസ് അപ്പോസ്തലൻ ചോദിച്ചു, എന്തിയേ? അല്ല, എന്താ വന്നേന്ന്? അയ്യോ, എന്നെ അറിയില്ലേ? ഫുൾട്ടൻ ജെ ഷീനെ ഞാൻ അറിയുന്നതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. വലിയ ആളാണോ നിങ്ങൾ? എനിക്ക് ചോദ്യം കേട്ടിട്ട് വല്ലാതെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യേ, നിങ്ങളെന്നെ അറിയില്ല, ഞാൻ ഈശോയുടെ വലിയ ഫ്രണ്ടാണ്, എന്നെ അങ്ങ് കയറ്റിവിടാമോ? അത് നടക്കില്ല. ജീവൻ്റെ പുസ്തകം എടുത്ത് പത്രോസ് അപ്പോസ്തലൻ തിരിച്ച് നോക്കി. ഫുൾട്ടൻ ജെ ഷീൻ്റെ ആ പേജ് കിട്ടി. ഒന്നും കിടപ്പില്ല. ചെയ്ത നന്മകളൊന്നും അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ട് പോലുമില്ല. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഈശോയുടെ കൂട്ടുകാരനാന്നൊക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷേ സ്വർഗത്തിലേക്ക് കയറ്റി വിടില്ല, നിങ്ങളൊന്നും നേടിയിട്ടില്ല. ഫുൾട്ടൻ ജെ ഷീൻ അങ്ങ് അരിശം വന്നു. ഇതൊരു മര്യാദ നിങ്ങളീ പറയണേ? ഇത്രയും നാൾ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുവിന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചത്. എന്തുമാത്രം പ്രസംഗങ്ങളാണ് ഞാൻ പറഞ്ഞത്, എന്തുമാത്രം പ്രബോധനങ്ങളാണ് ഞാൻ കൊടുത്തത്, എത്രയെത്ര റേഡിയോ പ്രഭാഷണങ്ങൾ തന്നെ. എന്നിട്ട് ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല അല്ലേ? യേശുവിനെ കാണണം എനിക്ക്. അങ്ങനെ അദ്ദേഹം പേഴ്സണലായിട്ട് യേശുവിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ പത്രോസ് അപ്പോസ്തലന് വേറൊരു വഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം യേശുവിനെ വിളിച്ചു. ഫുൾട്ടൻ ജെ ഷീൻ എന്ന് കേട്ടത് യേശു ഓടിയെത്തി, കെട്ടിപ്പിടിച്ചു കൂട്ടുകാരനെ. പത്രോസ് അപ്പോസ്തലനെ ഇങ്ങനെ നോക്കി നിന്ന് എന്ത് ചെയ്യണം? ബുക്കിലൊന്നും ഇല്ലാതെ കയറ്റിവിടാൻ പറ്റില്ല. ഈശോയ്ക്കാണെങ്കിൽ ഭയങ്കര സ്നേഹവും. നീ എന്താ സംഭവിക്കാൻ പോണേ? അപ്പോൾ ഈശോ ചോദിച്ചു, പത്രോസ് ഇതെന്താ? പത്രോസ് പറഞ്ഞു, കർത്താവേ, ജീവൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഗതിയും രേഖപ്പെടുത്തിയിട്ടില്ല, ഒന്നും ഇങ്ങോട്ട് വന്നിട്ടുമില്ല, അതുകൊണ്ടാണ് ഞാൻ മടിച്ചു തന്നേ. അത് ശരിയാകാൻ വഴിയില്ലല്ലോ. ഈശോ തന്നെ ആ പുസ്തകം വാങ്ങിച്ചു, എല്ലാ പേജും നോക്കി, ഒന്നുമില്ല. അപ്പോൾ ഈശോ ഫുൾട്ടൻ ജെ ഷീൻ്റെ അടുത്തോട്ട് ചെന്ന് ചെവിയിൽ പറഞ്ഞു, സ്നേഹിത, താങ്കൾക്ക് സംഭവിച്ചതെല്ലാം, താങ്കൾ ചെയ്തതിനെല്ലാം അപ്പോൾ തന്നെ ഒരുപാട് പേരുടെ കയ്യടിയും അനേകരുടെ പൂമാലയും പൂച്ചെണ്ടും ഒക്കെ അങ്ങേക്ക് കിട്ടി. അതോടെ തീരുകയും ചെയ്തു. ചെയ്തതിൻ്റെ എല്ലാം പ്രതിഫലം ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടായി സ്വർഗത്തിലേക്ക് ഒന്നും കിട്ടാതെ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരും കാണാതെ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫുൾട്ടൻ ജെ ഷീൻ തല പുകഞ്ഞാലോചിച്ചു. ചെയ്തതിനൊക്കെ കയ്യടി കിട്ടാതെ പോരാൻ പറ്റുമോ? എല്ലാം പൂമാല പൂച്ചെണ്ട് ഒക്കെ മനോഹരമായിരുന്നു, ഒക്കെ ശരിയാണ്. അപ്പോൾ പുള്ളിക്കൊരു ഓർമ്മ വന്നു. ഒരു ട്രെയിൻ യാത്ര നടത്തുമ്പോൾ ട്രെയിനിനകത്ത് ഒരു പാവപ്പെട്ട കൊച്ച് നിലം തൂക്കുന്ന ഒരു ചൂലുമായിട്ട് അതിൻ്റെ കൂടെ വലിയ വലിയ ആളുകളുടെ ഷൂസ് പോളിഷ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയായിട്ട് അങ്ങനെ നിരങ്ങി വന്നുണ്ട്. അവനെല്ലാവരുടെയും ഷൂസ് ഇങ്ങനെ തുടയ്ക്കും, അത് പോളിഷ് ചെയ്യും, മനോഹരമാക്കും. എന്നിട്ട് ആ കയ്യിലുള്ള പഴന്തുണിയും കൊണ്ട് ആ ഭാഗം മുഴുവൻ ഇങ്ങനെ തുടച്ചിങ്ങ് പോരും. അവൻ ഫുൾട്ടൻ ജെ ഷീൻ്റെ അടുക്ക വന്ന് ഷൂസ് നന്നായിട്ട് പോളിഷ് ചെയ്തു. ഈ പാവപ്പെട്ട കൊച്ചൻ്റെ ഒട്ടിയ വയറിലേക്ക് നോക്കിയപ്പോൾ ഫുൾട്ടൻ ജെ ഷീന് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അതുകൊണ്ട് അദ്ദേഹം ആരും അറിയാതെ ഒരു വലിയ തുക, കൊച്ചി ചെറുക്കന് കിട്ടേണ്ടതൊന്നുമല്ല, ഒരു 100ൻ്റെ ഒരു നോട്ട്
പയ്യെ എടുത്ത് ആ കൊച്ചിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവന് ഇതിപ്പരം ഒരു സന്തോഷം. അതും പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ പോയി. ഇതാരും അറിഞ്ഞിട്ടില്ല. കയ്യടിയും കിട്ടിയില്ല, പൂമാലയും കിട്ടിയില്ല, പൂച്ചെണ്ടും കിട്ടിയില്ല. അതങ്ങ് പറഞ്ഞത് ഈശോ ആ ദിവസം ഓർക്കാൻ പറഞ്ഞു. ഏതാണ്ട് ഇന്ന ദിവസം. ശരി, ജീവൻ്റെ പുസ്തകത്തിൽ ആ അടുത്ത ദിവസങ്ങളൊന്ന് നോക്കി, അതങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഷൂസ് പോളിഷ് ചെയ്യാൻ വന്ന കൊച്ചൻ, അദ്ദേഹം ആരും കാണാതെ വെച്ച് കൊടുത്ത 100 നോട്ട്. ആ ഒരൊറ്റ നല്ല കാര്യത്തെ പ്രതി ഈശോയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ ഫുൾട്ടൻ ജഷീൻ സ്വർഗത്തിലേക്ക് കടക്കാൻ യോഗ്യനാണ് എന്ന വിധി കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു, കണ്ണു തുറന്നുപോയി. പിന്നെ എന്നാ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം അദ്ദേഹം കുറിച്ചു വെച്ചു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഈ സ്വപ്നത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അദ്ദേഹം ഈ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കൂടെ ആരും അറിയാതെയും കയ്യടിയോ പൂമാലയോ കിട്ടാതെയും കുറേ നല്ല പ്രവൃത്തികൾ കൂടി ചെയ്യാൻ പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹം സ്വയം സമ്മതിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഉൾക്കണ്ണുകൾക്ക് ഒരു തിളക്കം വരുത്തേണ്ടതാണ്. നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറന്നു തരേണ്ടതാണ്. നമ്മളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി മാത്രം എന്ന് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് എത്രമാത്രം സാധിച്ചിട്ടുണ്ട്. ഞാൻ പിരിവിന് വന്ന കൈക്കാരന്മാർക്ക് വലിയ തുക കൊടുക്കും പള്ളിപ്പെരുന്നാൾ നടത്താനാണ്. പക്ഷേ അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ അച്ചടിച്ച് വരുമ്പോൾ എൻ്റെ പേരും കാണണം. അത് കണ്ടില്ലെങ്കിലോ കൊടുത്ത പൈസ പലിശയോടുകൂടെ ഞാൻ തിരിച്ചു വാങ്ങും. എല്ലാം ഞാൻ ചെയ്യാം, പക്ഷേ എനിക്കതിനൊക്കെ ഒരു പ്രശസ്തി കിട്ടണം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം കിട്ടണം. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മാത്രം. നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ എന്ത് പ്രവൃത്തി ചെയ്താലും അത് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം എന്ന കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മൾ ജീവിക്കുന്ന ഇടവക, നമ്മുടെ സന്യാസ ഭവനം, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ, സ്വന്തക്കാർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊന്ന് പരിശോധിക്കാം. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മാത്രം എന്നൊരു ധീരമായ തീരുമാനം എൻ്റെ മനസ്സിലുണ്ടോ? ഞാൻ എന്ത് ചെയ്താലും ഓൾ ഫോർ ദീ, നിനക്ക് വേണ്ടി ഈശോയെ എന്ന് പറയാൻ എനിക്ക് കഴിയുന്നുണ്ടോ? സുഖമായാലും ദുഃഖമായാലും വിജയമായാലും പരാജയമായാലും ഈശോയെ എല്ലാം നിനക്ക് വേണ്ടി. ഞങ്ങളുടെ ധർമ്മഗിരി സഭ സ്ഥാപിച്ചത് ഒരു ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനാണ്. ഇന്ന് അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യാനുള്ള പരിപാടികൾ എങ്ങനെ നടന്നിരിക്കുന്നു, ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം തൻ്റെ മക്കളായ ധർമ്മഗിരി സിസ്റ്റേഴ്സിന് പകർന്നു തന്ന ഏറ്റവും വലിയ ഹൃദയത്തിൻ്റെ അഭിലാഷ എന്താണെന്നറിഞ്ഞോ? എൻ്റെ മക്കളെ, നിരന്തരം നിങ്ങളുടെ നാവിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉറച്ചു നിൽക്കണം. ദൈ വിൽ ബി ഡൺ. നിൻ്റെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ. എവിടെ വന്നാലും എന്ത് സംഭവിച്ചാലും ഈശോയെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഞങ്ങളൊക്കെ ഈ സന്യാസ ഭവനത്തിൽ അർത്ഥിനികളായി ചേരാൻ വേണ്ടി 10ാം ക്ലാസ്സുമൊക്കെ കഴിഞ്ഞ് അന്നത്തെ നാട്ടിലെ കൊച്ചു പെൺപിള്ളേരായിട്ട് കയറി വന്നത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ കയറി ഞങ്ങൾക്കെടുക്കുന്ന ക്ലാസ്സിൽ ആദ്യം അച്ഛൻ ഞങ്ങളെ പറയാൻ പഠിപ്പിച്ച സുഹൃത ജപയിത, ഈശോയെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ, അങ്ങേ ഇഷ്ടം നടക്കട്ടെ. താൻ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് ഒന്നുമില്ലായ്മയിൽ പരസ്യം ചെയ്ത് വന്നു ചേർന്ന മക്കളെ സിസ്റ്റേഴ്സാക്കി തീർക്കാനുള്ള പ്രക്രിയയിൽ സാമ്പത്തികമായ വലിയ ഭാരം, പ്രവൃത്തികൾക്കൊക്കെ ഒരു മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരുത്തിയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ഇതേ പറയാനുള്ളൂ, അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ ഏറെ നാളത്തെ പരിശ്രമം കഴിഞ്ഞ് വന്നിരിക്കുന്ന മക്കളുടെ വീട്ടുകാർ പറയാൻ തുടങ്ങി, ഉള്ള സഭകൾ ഒത്തിരി ഉള്ളപ്പോൾ എന്തിനാണ് ഉണ്ടാകാൻ പോകുന്ന സഭയിൽ ചേരാൻ പോകുന്നത്? എല്ലാം എതിരായി വന്നു. മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ലാത്തത് കൊണ്ട് ഈ സഭ അങ്ങ് നിർത്തിയാലോ എന്ന് കണ്ടത്തിൽ പിതാവ് ആലോചിക്കുന്നതായിട്ട് അച്ഛനൊരു എഴുത്ത് കിട്ടി. അതച്ഛന് ഭയങ്കര വേദനയായിരുന്നു. ഇത്രയും വർഷം രൂപപ്പെടുത്താൻ സ്വപ്നം കണ്ട സഭ നിർത്തിക്കളയാൻ അദ്ദേഹം മറുപടി എഴുതി ഒരു വെള്ളിയാഴ്ച
വൈകുന്നേരം. എനിക്കൊത്തിരി ദുഃഖമുണ്ട് ഈ മക്കളെ തിരിച്ചു വിടാൻ. പക്ഷേ അതാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ സമ്മതിക്കുന്നു. അല്പസാവകാശം തരണം. അന്ന് രാത്രി 2 മണി കഴിഞ്ഞ സമയം ചങ്കുവേദന വന്ന് അച്ഛൻ മരിച്ചു. ഈ എഴുത്ത് മരണം കഴിഞ്ഞാൽ കിട്ടുന്നത്. പിതാവിൻ്റെ കയ്യിൽ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ പെട്ടെന്നുള്ള മരണത്തിന് കാരണം. ആ ദുഃഖത്താൽ തന്നെ തൻ്റെ തീരുമാനത്തെപ്പറ്റി വീണ്ടും പിതാവ് ചിന്തിച്ചു. ഞങ്ങളുടെ സഭ രൂപപ്പെടാൻ അനുവാദം കൊടുത്തു. ആ അച്ഛൻ്റെ ജീവിതം ബലി കഴിച്ചിട്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ ധർമ്മഗിരി സിസ്റ്റേഴ്സ് എന്ന പേരിൽ ജീവിക്കുന്നത്. അതാണ് ആ പുണ്യവാൻ ചെയ്തത്. ഏത് സാഹചര്യത്തിലും അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. നമുക്കും ഇതൊന്ന് ഏറ്റു പറയാൻ പഠിക്കുക. ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് വചനം കൊടുക്കുന്നുണ്ടല്ലോ, കുടുംബ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ എന്നും നടക്കുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളൊക്കെ നന്നായി വരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലോ. വീട്ടിലെ ഒരുപാട് ജോലികൾ, ആരും അങ്ങനെ പുസ്തകമൊന്നും അതേപ്പറ്റി എഴുതിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ തന്നെ ഈശോയോട് പറയാം, കർത്താവേ, വാക്കാലോ പ്രവൃത്തിയാലോ ഞാൻ എന്ത് ചെയ്താലും അങ്ങേ മഹത്വത്തിന് വേണ്ടി മാത്രം. ആരും അറിയാത്ത മൊണോട്ടണസ് ആയിട്ടുള്ള എൻ്റെ ജീവിതം, ഈ കുടുംബത്തിലെ ഒരു 100 ജോലികൾ, ഈ മക്കൾക്ക് വേണ്ടി, പങ്കാളിക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ, എല്ലാറ്റിൻ്റെയും മുകളിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈശോയെ, എല്ലാം നിനക്ക് വേണ്ടി, എല്ലാം നിൻ്റെ മഹത്വത്തിന് വേണ്ടി. നീ അറിഞ്ഞാൽ മതി. എൻ്റെ കണ്ണുനീരും നൊമ്പരവും വേദനകളും നീ അറിഞ്ഞാൽ മതി. എല്ലാം അങ്ങേക്ക് വേണ്ടി. ഇത് നമുക്കെല്ലായിടത്തും ആവർത്തിക്കാം. അവന് വേണ്ടി ചെയ്യുന്നെങ്കിൽ അവൻ ശക്തി തരും. അവൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും യോസേപ്പ് പിതാവ് മരിക്കാനായിട്ട് മരണവേദന സഹിക്കുന്ന ആ ഭാഗം പോയം ഓഫ് ദ മാൻ ഗോഡ്, ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. തച്ചൻ്റെ ജോലി ചെയ്തിരുന്ന അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് വളരെയേറെ ക്ലേശിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ മുറി ഇപ്പോൾ യേശുവാണ് ഉപയോഗിക്കുന്നത് തച്ചൻ്റെ പണി ചെയ്യാൻ. യേശു അവിടെ അപ്പനേറ്റതും പൂർത്തിയാക്കാൻ പറ്റാത്തതുമായ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവിൻ്റെ കഠിനമായ വിഷമം കണ്ട് മോൻ്റെ അടുക്കേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, മോനെ, അപ്പച്ചന് തീരെ വയ്യ. ഈശോ പല പ്രാവശ്യം ചെന്നു അപ്പച്ചനെ ശരിക്കൊക്കെ കിടത്തി അങ്ങനെ ഒത്തിരി ശുശ്രൂഷിച്ചു. അവസാനം ഒരു പ്രാവശ്യം അമ്മ നിർത്താതെ കരയുന്ന കണ്ടപ്പോൾ ഈശോ ചെന്ന് അമ്മയെ ഇങ്ങോട്ട് താങ്ങി പിടിച്ചു. മാതാവ് ആ തല മോൻ്റെ തോളത്തേക്ക് ചേർത്ത് വെച്ചിട്ട് കരഞ്ഞു. അപ്പോൾ ഈശോ പറയുന്നൊരു വാചകമുണ്ട്, അമ്മേ, ദൈവത്തിൻ്റെ അമ്മയാകാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളാ നീ. വലിയ സ്റ്റാറ്റസാണ് അത്. പക്ഷെ ദൈവത്തിൻ്റെ അമ്മയാണെങ്കിൽ പോലും ജീവിതത്തിൽ സഹിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സംഗതികൾ സഹിച്ചേ പറ്റൂ അമ്മേ. അത് മാറ്റിവെക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയോട് ഇതാ പറഞ്ഞതെങ്കിൽ നമ്മളോടും ഈശോയ്ക്ക് ഇതാ പറയാനുള്ളത്. ദൈവം നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന സംഗതികൾ നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, കഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും, അത് സഹിച്ചേ സ്വർഗത്തിലെത്താൻ പറ്റൂ. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ നമുക്ക് കിട്ടുന്ന സുഖദുഃഖങ്ങളൊക്കെയും ആ തൃക്കരങ്ങളെ ചുംബിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നമുക്കും സ്വീകരിക്കാം. നമുക്കും ഇത് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാം. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി നിൻ്റെ പരിപാലനയിൽ ഒരുക്കിയിരിക്കുന്ന സകലതും, ഈ വേദനയും ഈ സന്തോഷവും ഈ തകർച്ചയും എല്ലാം നിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് ഞാൻ സ്വീകരിക്കുന്നു. നിന്നോടുള്ള സ്നേഹത്താൽ ഞാൻ ഏറ്റെടുക്കുന്നു, സഹിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങേ ഇഷ്ടം നിറവേറട്ടെ. ഈശോ നമുക്ക് നല്ല മാതൃക തന്നിട്ടില്ലേ? പൂങ്കാവനത്തിൽ സഹിക്കാൻ പോകുന്ന പീഡകളെയെല്ലാം നോക്കിക്കൊണ്ട് അവിടുന്ന് എൻ്റെ പിതാവേന്ന് വിളിച്ച് നിവർത്തിയുണ്ടേൽ ഈ കാസ മാറിപ്പോകട്ടെ എന്ന് പറയുമ്പോഴും ഈശോ കൂട്ടിച്ചേർത്തില്ലേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അവസാനം അന്ത്യശ്വാസം വലിച്ച് വിടുമ്പം ഈശോ ഈ പിതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇതാ എൻ്റെ ആത്മാവിനെ നിന്നെ ഏൽപ്പിക്കുന്നു. ഇതായിരിക്കട്ടെ ഇന്നും എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത. എന്തും സ്വീകരിക്കാൻ, എന്തും ഏറ്റെടുക്കാൻ ഇത് നിങ്ങൾക്ക് ശക്തി തരട്ടെ. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇത് ഞാൻ സഹിക്കണമെന്നാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല,
അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് സദാ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്തോഷമുള്ള മക്കളായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം.